നമസ്കാരം. അസാമിലാണ്. ഞങ്ങൾ ഇതുവരെ പോവാത്തൊരു സംസ്ഥാനമുണ്ട്, അരുണാചൽ പ്രദേശ്. അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ തിൻസുക്കിയിലാണ്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിനിച്ചേട്ടനെ. ആ ചേട്ടന്റെ റൂമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായി. ഇന്ന് നല്ലൊരു മഴക്കാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു മഴക്കുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഈ തൊട്ടു മുന്നിൽ തന്നെ ഒരു വലിയൊരു മാവൊക്കെയുണ്ട്. കഴിഞ്ഞ 2 ദിവസവും ഇവിടെയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. ഇവിടെ രാത്രിക്കാണ് നല്ല തണുപ്പല്ലേ? അതെ, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യേണ്ട സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചൂടുവെള്ളം ആക്കേണ്ട സൗകര്യം ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാണ്ടല്ല, നമ്മുടെ സ്വന്തം വീട് പോലത്തെ ഒരു പ്രതീതിയാണ് ഈ പറഞ്ഞ 2 ദിവസം താമസിച്ചപ്പോൾ നമുക്ക് ഇവിടുന്ന് ഉണ്ടായത്. അത് ഭക്ഷണം കഴിക്കുന്ന സമയമായാലും എന്ത് വന്നാലും ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കൂടെ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഉച്ചക്ക് കഴിക്കുന്നത് നല്ല ചോറും സാമ്പാറും ആണേ. നമുക്ക് ഈ ഭക്ഷണമൊക്കെ രാവിലെ തന്നെ വിനിച്ചേട്ടൻ ആക്കി വെച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോയത്. അപ്പം നമുക്കിനി ഇത് എടുത്ത് കഴിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഉപ്പുമാവും പഴമൊക്കെയാണ് കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായത്. ഈ ചോറിന്റെ കാര്യം പറയുമുണ്ടല്ലോ, ഇനി ഇപ്പോഴേ നമുക്കൊരു ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ പുറത്തുനിന്ന് പോയി കഴിക്കണം. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു പ്രതീതിയാണല്ലോ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ തിൻസുക്കിൽ എത്തിയ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ രാത്രിക്ക് ചോറും ചപ്പാത്തിയും ചിക്കൻ കറി എല്ലാം ആക്കി ഉണ്ടായിരുന്നു. അതെ അതെ. ഇപ്പം ചിക്കൻ കറി രാവിലെ ആക്കിയില്ല, സാമ്പാറാണ് മതി. സാമ്പാർ അത് മതി തന്നെ പറഞ്ഞത്. കാരണം വേറെ നോൺ വെജ് ഇനിയിപ്പോൾ ഇപ്പോഴേ കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ സാമ്പാറും കൂടെ പെട്ടെന്ന് ഇതിലോട്ട് എടുത്തോ മതി. അങ്ങനെ ഇത് സാമ്പാർ കൂടി ഇതാ നമ്മുടെ ചോറിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ചും കൂടെ മതി. ഇനി ബാക്കി നിൻ്റെലേക്ക് അതിലോട്ടായിട്ട് എടുത്തോ. ഇപ്പൊ സാമ്പാറും ചോറും കഴിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാം. വന്ന അന്ന് ഇപ്പൊ ഭയങ്കര അലമ്പായിരുന്നു. ഞങ്ങള് പോവാണ് കേട്ടാ. ടാറ്റാ. പിന്നെ കാണാം കേട്ടാ. ബാ, നമ്മളെ കൂടെ വരുന്ന ഇവൻ ഞങ്ങളെ യാത്രയ്ക്കാൻ വേണ്ടി വന്നതാ. പോവാ നമുക്ക്. പാവംപട്ടിക്കുട്ടൻ. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്തായാലും തീർച്ചയായിട്ടും നാട്ടിലേക്ക് വരുമ്പോഴാണ് പറയണേട്ടാ. ഓക്കെ. ഞങ്ങളിപ്പോ കറക്റ്റ് ആയിട്ടുള്ളത് ന്യൂ തിൻസുക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് തിൻസുക്കിയ ജംഗ്ഷനിലേക്ക്. അവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. ഒരു ഷെയർ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ന്യൂ തിൻസുക്കിയ ജംഗ്ഷൻ. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതുവഴി തന്നെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് തന്നെ കയറാം. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ഇന്ന് രാവിലെ മുതലേ മഴ തന്നെ. ഈ ഓട്ടോയിലാണ് വന്നത്. തിൻസുക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെത്തി. ഇവിടെ മഴ പെയ്യാണ്. ഇപ്പൊ നനഞ്ഞിട്ട് വേണം സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോകാൻ. മിനിയാതൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കാലാവസ്ഥയായിരുന്നു. പെട്ടെന്നാണ് ഇവിടുത്തെ ഇത് മാറിയത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നല്ല മഴ തന്നെയാണ് ഇവിടെ. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ മെയിൻ റോഡും കടന്നു പോകുന്നത്. വലിയ മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റേഷൻ്റെ അവിടെ എത്താം. ഇപ്പോൾ വന്ന ആ ഒരു വഴി അതാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. പിന്നെ ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. നമ്മുടെ ട്രെയിൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഇപ്പോൾ മഴയുടെ ശക്തി കൂടി. തിൻസുക്കിയ ജംഗ്ഷൻ ഈ മുന്നിലേക്ക് കാണുന്ന ട്രാക്കില്ലേ, അത് നേരെ ലിഡോ ഭാഗത്തേക്ക് പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലിഡോ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. വെൽക്കം ടു തിൻസുക്കിയ ജംഗ്ഷൻ. പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു ആൽക്കോ. അരുണാചൽ പ്രദേശിലെ നെഹ്റലഗുൺ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അതായത് അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലായ ഇറ്റാനഗറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. തിൻസുക്കിയിൽ ആഴ്ചയിൽ 5 ദിവസം സർവീസുള്ള ഒരു ട്രെയിനാണ് ഇത്. ഇവിടുന്ന് 1:35 ഈ ട്രെയിൻ പുറപ്പെടുന്നത്. നമുക്ക് പോകാനുള്ള ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് ആണ് ഈ കടന്നു വരുന്നത്. ഡീസൽ ലോക്കോമോട്ടീവ് തന്നെയാണ്. WDP-40. നെഹ്റലഗുൺ വരെ ഈ ലോക്കോമോട്ടീവ് തന്നെയാണ്. ഈ ലോക്കോ ഇവിടെ കപ്പിൾ ചെയ്യും. അതുപോലെ തന്നെ ട്രെയിൻ നമ്പർ
15907 അതാണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രസ്സിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കോച്ച് C1 ആണ്. ഇതാ ഈ തൊട്ട് ഇവിടെ കാണുന്ന ഈ കോച്ചിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. 35, 38 ആണ് നമ്മുടെ സീറ്റ് വരുന്നത്. അതായത് ഒരു മിഡിലും ഒരു വിൻഡോ സീറ്റും. നല്ല ക്ലിയർ ഇല്ല വിൻഡോ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്താ പറയുക, ഇവിടെ ഒരു ടേബിളൊക്കെ ഉണ്ട്. ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ നമ്മൾ തന്നെ നോക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ ഇഷ്ടമല്ലായിരുന്നു. സെപ്പറേറ്റ് ആയിട്ട് ഇനിയില്ല, അവിടെ മതിയായിരുന്നു. ഫുഡ് റെസ്റ്റ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇവിടെ ഇതാ ചെറിയൊരു ടേബിൾ ഉണ്ട്, കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നോർമൽ CC എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ സീറ്റ് തങ്ങ അവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തിലെ ആൾക്കാരൊക്കെ ദിബ്രുഗഡ് ഭാഗത്തു നിന്നാണ് കയറുക. ചാർട്ട് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. ഇപ്പം എല്ലാം വേക്കൻ്റ് ആയിട്ട് തന്നെ ഉണ്ട്. മഴ കാരണം ഡോറിൻ്റെ ഭാഗത്ത് പോയിട്ട് എടുക്കൽ കുറച്ച് റിസ്ക് ആയിരിക്കും. കാരണം നല്ല വഴുക്കലൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു സീറ്റിൻ്റെ അവിടെ തന്നെ പുറത്തേക്ക് നല്ല ക്ലിയർ ഇല്ല വിൻഡോ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാമല്ലോ. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ റൂട്ടില്ലേ, ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ത്യയിലത്തെ റെയിൽക്കം റോഡ് ബ്രിഡ്ജ് പറയുകയാണെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ 1ാമത്തെ പാലമായ ബോഗിബിൽ വഴിയാണ് നമ്മൾ കടന്നു വന്നത്. നമ്മൾ ഇതുവരെ കേട്ട പരിചയം മാത്രമേ ഉള്ളൂ. അതുവഴി ഇന്ന് നമ്മൾ ട്രെയിനിലേക്ക് കൂടെ കടന്നു പോകും. പോരാത്തതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ബ്രഹ്മപുത്ര നദി ഒഴുകുമല്ലോ ആസാമിലേക്കൂടെ പല ഭാഗങ്ങളായിട്ട്. അപ്പം ആ ബ്രഹ്മപുത്രക്ക് കുറുകെയുള്ള ആസാമിലത്തെ 2ാമത്തെ വലിയ പാലം കൂടിയാണിത്. അപ്പം അതുവഴി നല്ല രീതിയിൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പോയേണ്ടതാണ്. ഇവിടുന്ന് നഗർലഗൂൺ വരെ 370 രൂപയാണ് നമുക്ക് ചേർക്കാനായ ടിക്കറ്റ് റേറ്റ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ ശക്തിയായി പെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഡോറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് നല്ല വിൻഡോ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന് വിസ്റ്റഡോം കോച്ചുള്ള ഒരു വണ്ടിയായിരുന്നു ഇതുണ്ടായത്. ഞങ്ങൾ അത് ബുക്ക് ചെയ്യാൻ നിന്നത്. കാരണം 1000 രൂപയാണ് ടിക്കറ്റ് ചാർജ് അതിന് വരുന്നത്. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് വിസ്റ്റഡോം ഒക്കെ ഒഴിവാക്കി. ഇപ്പൊ അതൊന്നും അതിൽ കാണുന്ന പോലും ഇല്ല. ഇതിലാകെ റിസർവേഷൻ കോച്ചായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അൺറിസർവ്ഡ് ആണ്. ട്രെയിൻ എടുക്കാൻ ഇനി ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി നവി. അതായത് നമ്മൾ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സാധാരണഗതിയിൽ പോകാൻ പറ്റില്ല. ഇന്നർ ലൈൻ പെർമിറ്റ് വേണം. നമുക്ക് ഓൺലൈനോ ഓഫ്ലൈനോ വഴി എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ ഓൺലൈൻ വഴി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രിന്റ് ഔട്ട് ഞങ്ങളുടെ റൂമിൽ വെച്ച് ഞങ്ങൾ മറന്നുപോയി ആ തിരക്കിനിടയിൽ. അപ്പോൾ നമ്മുടെ വിനുചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് കഴിഞ്ഞാൽ ന്യൂ തിൻസുക്കിയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് ഇല്ലാതെ അരുണാചൽ പ്രദേശിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. അല്ല, അതിന്റെ PDF ഫയലും മതി, കുഴപ്പമൊന്നുമില്ല. ഉണ്ട്, കയ്യിലുണ്ട്. ഞങ്ങളുടെ ഓൺലൈൻ വഴി എടുത്തുകൊണ്ട് മൊബൈലിൽ അതിന്റെ PDF ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ധൈര്യത്തിന് വേണ്ടി വേണമല്ലോ. 1:35 തിൻസുക്കിയ ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ് ഓൺ ടൈം. ഇനി അടുത്തത് ന്യൂ തിൻസുക്കിയ ജംഗ്ഷൻ. എനിക്ക് ഡീസൽ ലോക്കോമോട്ടീവിൽ പിന്നെ ഇഷ്ടമുള്ള ഒരു ലോക്കോമോട്ടീവ് WDP-4D ആണ്. വല്ലാത്തൊരു വികാരമാണിത്. നമ്മൾ നേരത്തെ ഓട്ടോയിൽ വന്ന വഴിയാണിത്. ഇവരൊക്കെ മഴയൊക്കെ നനഞ്ഞിട്ടാണ് പോകുന്നത്. ട്രെയിൻ ഇതാ ന്യൂ തിൻസുക്കിയ ജംഗ്ഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ ആ വിനുചേട്ടൻ വന്നിട്ടുണ്ടാവും. 1ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. അങ്ങനെ വിനുചേട്ടൻ ഇതാ നമ്മുടെ ആ ഒരു ഇന്നർ ലൈൻ പെർമിറ്റ് കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ബുദ്ധിമുട്ടായല്ലേ? തിൻസുക്കിന്ന് ദിബ്രുഗഡ് പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളാണ്. അവിടെയൊക്കെ തേയിലയാണ്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ റോഡും ഉണ്ട്. ഇതങ്ങ് ദിബ്രുഗഡ് വരെ ഉണ്ടാവും. ഈ റൂട്ടിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തേയില തന്നെയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. തേയിലയ്ക്ക് അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. അസാമിലെ പല ഭാഗത്തുണ്ട് തേയില. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ദിബ്രുഗഡ് തന്നെയാണ്. ഒരു റേസിംഗ് ആണല്ലോ ഇവിടെ. ദിബ്രുഗഡ് തന്നെ ഇതാ ഇവിടെ മുഴുവനും തേയിലയാണ്.
ഇന്ന് ഈ മഴ മൂടലില്ലെങ്കിൽ നല്ലൊരു വെളിച്ചം കിട്ടിയേനെ. ട്രെയിൻ ഇതാ ഡിബ്രുഗഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ പോകുന്നത്. ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ ഇന്ന് രാത്രിക്ക് കന്യാകുമാരിയിലേക്ക് പുറപ്പെടാനുള്ള വിവേക് എക്സ്പ്രസ്, ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിൻ. ഡിബ്രുഗഡിൽ ഈ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ബോഗിബിൽ ബ്രിഡ്ജ് എത്താൻ 40 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ആ പാലത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയണമല്ലോ. നിലവിൽ ഇന്ത്യയിലത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജാണ് ബോഗിബിൽ. ഏകദേശം 4.94 കിലോമീറ്റർ ആണ് അതിൻ്റെ ടോട്ടൽ നീളം വരുന്നത്. അപ്പോൾ അതിന് മറ്റൊരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ 2ാമത്തെ നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജാണ്. അതിൻ്റെ താഴെയാണ് നമ്മൾ റെയിൽ ട്രാക്ക് വരുന്നത്. അതിന് മേളിൽ, അതായത് അപ്പർ ട്രാക്കിൽ നമ്മുടെ റോഡ് 3 വരിയില്ല അതൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ആസാമിൽ ബ്രഹ്മപുത്ര നദി പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായാണ് വീതി വരുന്നത്, അതായത് ഇതിൻ്റെ പാലത്തിന് നീളം വരുന്നത്. അപ്പം 1ാമത് വരുന്നത് ഭുവൻ ഹസാരിക എന്ന് പറഞ്ഞൊരു പാലമാണ്. അത് ഏകദേശം 9.15 കിലോമീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത്. ഇതാണ് 2ാമത് വരുന്നത്. അതാണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാലത്തിൻ്റെ പണിയൊക്കെ ആരംഭിച്ചോ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ 1997 സമയത്ത് എച്ച്.ഡി. ദേവഗൗഡ പ്രധാനമന്ത്രി ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു അടിത്തറവായത്. പിന്നീട് 2002 നമ്മുടെ വാജ്പേയി പ്രധാനമന്ത്രി ഇരിക്കുന്ന സമയത്താണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനമൊക്കെ ആരംഭിച്ചത്. അങ്ങനെ 2002 തുടങ്ങി ഏകദേശം 16 വർഷം കഴിഞ്ഞ് 2018 അതിൻ്റെ ആ ഒരു എന്താ പറയുക എല്ലാം പൂർത്തീകരിച്ചത്. 2018 ഡിസംബർ 2 ആദ്യമായിട്ട് അതിൽ കൂടെ ചരക്ക് വണ്ടി ഓടിത്തുടങ്ങിയത്. ആ സമയത്ത് തന്നെ നമ്മുടെ ഈ നഗർലഘു തിൻസുക്കിയ വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു. അത് ആ വരുന്ന ഡേറ്റ് പറഞ്ഞാൽ 2018 ഡിസംബർ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതൊക്കെ നിർവഹിച്ചത്. പിന്നെ മറ്റ് പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു പാലം, അതായത് നമ്മുടെ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് റിക്ടർ സ്കെയിലിൽ 7 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ആ രീതിയിലാണ് അതിൻ്റെ എന്താ പറയുക ബീമുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 5960 കോടി രൂപയാണ് അതിൻ്റെ ടോട്ടൽ ചെലവും വന്നത്. വിവേക് എക്സ്പ്രസ് ഇതാ ഇവിടത്തേക്ക് എടുത്ത് മാറ്റിയാണല്ലോ. അങ്ങനെ ഇതാ ബോഗിബിൽ ബ്രിഡ്ജ് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. ഇനി പാലം വഴി എത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം? ഓൾറെഡി വെള്ളം കുറവാണ്. 4.94 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെ ദൂരം. ഇവിടെ ഈ സമയം വേറൊരു ട്രെയിൻ പോകാനൊന്നുമില്ല, പിന്നെ ഒരു ക്യാപ്ചർ കിട്ടുമൊന്നുമില്ല. അങ്ങനെ പരന്ന് കിടക്കുകയാണത്. വിശാലമായി തന്നെ നമുക്ക് നദിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ തൊട്ട് മുകളിലൂടെ റോഡും ഉണ്ട് കേട്ടോ. ഭാഗത്തേക്ക് പോകാത്തത് ചെറുതായിട്ട് ഇപ്പം മഴയും പെയ്യുന്നുണ്ട്, പിന്നെ നല്ല തണുപ്പുമുണ്ട്. അവിടെ നിൽക്കാൻ ഒരു സേഫ്റ്റിയും ഇല്ല. ഇത്രയും വലിയ നദിയല്ലേ. ഞങ്ങൾ കൂടുതലും ഡോറിൻ്റെ
ഇതുവഴി റോഡ് അങ്ങ് കടന്നുപോയി. ട്രെയിൻ ഇതാ ധേമാജി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോഗിബീൽ ബ്രിഡ്ജിന്റെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? എത്രയുണ്ടല്ലേ ഇത്. ശരിക്കും പറഞ്ഞാല് വിസ്റ്റഡം കോച്ച് വേണ്ടത് ഇതുവഴി തന്നെയാണ്. ധേമാജി ജില്ലേനെയും ദിബ്രുഗഡ് ജില്ലേനെയും ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു ബോഗിബീൽ ബ്രിഡ്ജ്. അങ്ങനെ ഈ സ്റ്റേഷൻ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് മുഴുവനും കൃഷിപ്പാടങ്ങളാണ്. ഡീസൽ ലോക്കോടെ ആ ഒരു ശബ്ദമില്ലേ, WD-40 അത് ഇവിടുന്ന് തന്നെ ഇങ്ങനെ കേൾക്കണം. സമയം 5 മണിയായി. നല്ല ഇരുട്ട് വന്നു തുടങ്ങി. ഇതൊക്കെ ഒരു കൃഷിപ്പാടാണ്. നോർത്ത് ലക്കിംപൂർ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 കിലോമീറ്റർ കൂടിയുണ്ട്. നോർത്ത് ലക്കിംപൂർ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. നോർത്ത് ലഖിംപൂർ ഇവിടെ 5:27 5:32 ട്രെയിൻ എടുക്കേണ്ടത്. ഇവിടെ 5:10 ട്രെയിൻ എത്തി, ബിഫോർ ടൈം. അപ്പോൾ ഒരുപാട് നേരം ഇനി ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല തണുപ്പാണേ. നമുക്ക് ആ ഒരു ജാക്കറ്റോ എന്തെങ്കിലും എടുത്തിടണമല്ലേ, ശരിയാവില്ല. നമ്മൾ ടിൻസൂക്കിന്ന് കയറുമ്പോൾ തന്നെ മഴയുണ്ടായിരുന്നില്ലേ, ആ മഴ ഇപ്പോഴും ഉണ്ട്. മഴ നിന്നിട്ടേ ഇല്ല. അപ്പം നഹർലാഗൺ ഭാഗത്തേക്കും മഴയുണ്ടാവും എന്തായാലും. നവീനൊക്കെ ഇതാ തണുത്ത് വിറച്ചോണ്ട് നടന്നു പോവുകയാണ്. നമുക്ക് മറ്റേ സംഭവമില്ല, ഡ്രസ്സ് എടുത്തിടേണ്ടി വരും. തീർച്ചയായിട്ടും ഡ്രസ്സ് എന്തായാലും എടുത്തിടണം. ട്രെയിൻ ഇപ്പോൾ ഹാർമോത്തി എന്ന സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ലോക്കോ റിവേഴ്സ് ചെയ്തിട്ടാണ് നഹർലാഗൂണിലേക്ക് പോവുക. ഇവിടുന്ന് 20 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതൊരു ബോർഡർ സ്ഥലമാണ്. അതായത് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് അരുണാചൽ പ്രദേശ്. സ്റ്റേഷനിൽ ഇപ്പോൾ കറണ്ട് പോയിരിക്കുകയാണ്. ഞങ്ങൾ 2 ന്യൂഡിൽസ് വാങ്ങിക്കാമെന്ന് കരുതി, അതായത് കപ്പ് ന്യൂഡിൽസ് ഇല്ലേ. അപ്പോൾ കടയിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ വെള്ളം ചൂടാക്കാൻ പറ്റില്ല, അതിന് കറണ്ട് വരണമെന്ന്. ഈ കാണുന്ന കോച്ചില്ലേ, ഇതൊക്കെ ഇതിൻ്റെ അൺറിസേർവ്ഡാണ്. പക്ഷേ ഇതിൽ D1 D2 എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അൺറിസേർവ്ഡാണ്. ഇതേ ലോക്കം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ ഡയറക്ഷനിൽ വരും ഇത്. ഇവിടെയൊക്കെ കടയുണ്ട്. ഇതാ കറണ്ട് ഇല്ലല്ലോ, എന്ത് ചെയ്യാനാ, മുഴുവനും ഇരുട്ടായിട്ടാണുള്ളത്. ഇവിടെ നല്ല തിരക്കുണ്ട് ഈ സ്റ്റേഷനിൽ. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇതാ ഞങ്ങൾ അരുണാചൽ പ്രദേശിലേക്ക് എത്തിയിരിക്കുകയാണ്. അസാമിലെ തിൻസുക്കിയിൽ നിന്നും 223 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ അരുണാചൽ പ്രദേശിലെ നഹർലാഗോൺ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നഹർലാഗോൺ ഇതാണ് സ്റ്റേഷൻ. വെൽക്കം ടു അരുണാചൽ പ്രദേശ്. ഇവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഇന്നർ ലൈൻ പെർമിറ്റ് ഇല്ലാതെ ഒരാൾക്ക് പോലും ഇവിടത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ ചെക്കിംഗ് ഇതാ ഇവിടെയുണ്ട്. ഞങ്ങൾ ഓൾറെഡി കാണിച്ചു. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വേറെ വലിയ കടകളൊന്നും അടുത്തായിട്ടൊന്നും കണ്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് തന്നെ 2 കപ്പ് ന്യൂഡിൽസ് വാങ്ങിച്ച്. അപ്പോൾ ഇന്ന് രാത്രിക്ക് ഇതും കുറച്ച് കേക്ക്സൊക്കെ ഞങ്ങളെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്ന്. പിന്നെ ഇത് കഴിക്കാം. നഹർലാഗൂൺ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നഹർലാഗൂൺ എന്നാണ്
ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇറ്റാനഗർ തന്നെയാണ്. അവിടെ APST ബസ് ഉണ്ട്, അതായത് അരുണാചൽ പ്രദേശ് ട്രാൻസ്പോർട്ട് സർവീസ്. അപ്പോൾ ഇത് ഈ തൊട്ട് മുന്നിൽ തന്നെ നിർത്തിയിട്ടാണ്. ഇറ്റാനഗറിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ബസ്സാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി മഴ പെയ്തു തുടങ്ങി. ഇപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ച ഇങ്ങനെയാണ്. നെഹ്റലഗോൺ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നെഹ്റലഗോൺ ടൗണിലേക്കാണെങ്കിലും കുറച്ച് പോകാനുണ്ട്, അതുപോലെ ഇറ്റാനഗറിലേക്കും കുറച്ച് പോകാനുണ്ട്. ഞങ്ങൾ ഓൾറെഡി ആ കപ്പ് മാഗി അത് നൂഡിൽസ് വാങ്ങിച്ച് കഴിച്ചില്ല. അതിന് പുറമെ തന്നെ ഞങ്ങളിൽ കുറച്ച് ബേക്കറിയും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ഇന്ന് രാത്രിക്ക് അതാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം. സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇന്ന് വേറെ ബുക്കൊന്നും ചെയ്യുന്നില്ല. അതായത് ഇവിടെ പുറത്ത് റെസ്റ്റോറന്റുകൾ ഒന്നും തന്നെ ഇല്ല. അതെ, കുറച്ച് ചായയൊക്കെ കിട്ടുന്ന ഷോപ്പ് അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. ഇറ്റാനഗറിലേക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററിന് അടുത്തുണ്ട്. പുറത്തൊരു ബസ്സൊക്കെ കണ്ടുവല്ലോ, പക്ഷെ ആളും അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ. അതെ, ഞങ്ങൾ ഇന്ന് ഇവിടെ റെയിൽവേന്റെ പ്രോപ്പർട്ടിയിൽ തന്നെയാണ് താമസിക്കുന്നത്, റിട്ടയർ റൂമിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഈ അരുണാചൽ പ്രദേശിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കൂടിയിട്ടുള്ള ഒരു കിടിലം വീഡിയോ അടുത്ത ദിവസം വരും. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ ബൈ.